റഷ്യ ഉക്രൈൻ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് വ്ളാഡിമിർ പുടിൻ. യുക്രൈനിൽ അധിനിവേശം നടത്തുക റഷ്യയുടെ ലക്ഷ്യമല്ല. യുക്രൈനിൽ വിഷയം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കുമെന്നും പുടിൻ പറഞ്ഞു. സിറിയയിലെ വിഷയങ്ങൾ സങ്കീർണമാണെന്ന നിലപാട് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. യുക്രൈനിൽ അധിനിവേശം നടത്തുക റഷ്യയുടെ ലക്ഷ്യമല്ലെന്ന് വ്ളാഡിമിർ പുടിൻ. യുക്രൈൻ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വിഷയം സംസാരിക്കും. യുക്രൈൻ്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ചകൾ ഉണ്ടാകണം. 2014 യുക്രൈൻ നിയന്ത്രണത്തിൽ നിന്നും ക്രിമിയ റഷ്യ പിടിച്ചെടുത്തു. സമാന നീക്കം യുക്രൈനെതിരെയും തുടരാനാവുന്നതായിരുന്നുവെന്നും പുടിൻ പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ നാറ്റോ അംഗത്വങ്ങൾക്ക് യുക്രൈൻ ശ്രമം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉയർന്നത്. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരാനിരിക്കുന്നതും അനുകൂല ഘടകമായാണ് റഷ്യ കാണുന്നത്. ജോ ബൈഡൻ ഭരണകൂടം യുക്രൈന് അനുകൂല നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ യുക്രൈന് ആയുധം നൽകുന്നതുൾപ്പെടെ പുനഃപരിശോധിക്കുമെന്ന നിലപാടാണ് ട്രംപിൻ്റേത്. അക്കാരണത്താൽ തന്നെ 2 വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നുവെന്ന സൂചന തന്നെയാണ് ലഭ്യമാകുന്നത്. അതേസമയം സിറിയയിലെ വിഷയം ഏറെ സങ്കീർണമാണെന്നും പുടിൻ പറഞ്ഞു. ബഷാർ അൽ അസദിനെ പുറത്താക്കിയത് റഷ്യയ്ക്ക് ഒരു തരത്തിലും തിരിച്ചടിയല്ല. മോസ്കോയിലെത്തിയ ബഷാർ അൽ അസദുമായി സംസാരിച്ചിട്ടുമില്ല. സിറിയൻ വിമതരെ ഭീകരരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിയമം പാസായതിനു ശേഷമാണ് പ്രസിഡന്റിന്റെ പ്രസ്താവന. 4 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിനാണ് റഷ്യൻ പ്രസിഡന്റ് നിലപാടുകൾ വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.